നമസ്കാരം. ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തില്ല. ഇക്കാര്യം CPMന്റെ കേരളത്തിലെ നേതൃഘടകങ്ങൾക്ക് പുതിയ വിവരമാണെന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മകൾ വീണ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃയോഗങ്ങളിൽ വിശദീകരിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ വീണയ്ക്കെതിരായ നീക്കം CPM അറിഞ്ഞിരുന്നു. അന്ന് മാധ്യമ വാർത്തകൾ ഇക്കാര്യത്തിൽ സജീവമായിരുന്നു. എന്നാൽ മകനെതിരായ സമൻസ് പരമരഹസ്യമാക്കി പിണറായി വെച്ചു. സമൻസ് നൽകിയിട്ട് ഹാജരായില്ലെങ്കിൽ 2 തവണ കൂടി സമൻസ് നൽകുകയാണ് EDയുടെ രീതി. 3 സമൻസിലും ഹാജരായില്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. വിവേകിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ സ്വന്തം ഭാഗം വിശദീകരിച്ച് ക്രമക്കേടില്ലെന്ന് തെളിയിച്ചാൽ സമൻസിൽ നിന്നും ഒഴിവാക്കാറുണ്ട്. എന്നാൽ വിവേക് വിശദീകരണം നൽകിയതായും അറിവില്ല. മുഖ്യമന്ത്രിയുടെ മകനുള്ള സമൻസ് ED മരവിപ്പിച്ചെന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്നുള്ള സൂചന. ഇനി പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. സമൻസ് നൽകിയ PK ആനന്ദ് പിന്നീട് കൊച്ചി ആദായ നികുതി ഓഫീസിലേക്ക് മാറുകയും ചെയ്തു. ഇതോടെ സമൻസും അപ്രസക്തമായി. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഉയർന്നിരിക്കുന്ന പ്രശ്നമെന്ന കരുതലാണ് ഇപ്പോൾ നേതാക്കൾ പുലർത്തുന്നത്. ഔദ്യോഗിക പ്രതികരണങ്ങളും പാർട്ടി നടത്തിയില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ബന്ധപ്പെട്ടപ്പോൾ വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നും ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നുമുള്ള പ്രതികരണമാണ് ഉണ്ടായത്. പ്രതികരിച്ച മന്ത്രി V ശിവൻകുട്ടിയാകട്ടെ പറയാൻ ഉദ്ദേശിച്ചത് എഴുതി തയ്യാറാക്കി വായിക്കുകയായിരുന്നു. മാധ്യമങ്ങളെ കണ്ട മന്ത്രി P രാജീവ് സമൻസിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ഇതെല്ലാം CPMന് ഒന്നും അറിയില്ലെന്ന വ്യാഖ്യാനമായും മാറുകയാണ്. ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അക്കാര്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ് അദ്ദേഹത്തിനും പാർട്ടിക്ക് മുന്നിലുള്ളത്. നേതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ എതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ സാധാരണ 3 തരത്തിലാണ് പാർട്ടി കമ്മിറ്റികളിലെ ചർച്ചയായി മാറാറുള്ളത്. ഏതെങ്കിലും ഒരു നേതാവ് പരാതി കത്തായി പാർട്ടിക്ക് നൽകണം. അതല്ലെങ്കിൽ യോഗം ചേരുമ്പോൾ ആരെങ്കിലും അക്കാര്യം ഉന്നയിക്കണം. ബന്ധപ്പെട്ട നേതാവ് തന്നെ പാർട്ടി കമ്മിറ്റിയിൽ സ്വയം വിശദീകരണത്തിന് സന്നദ്ധനാകുന്നതാണ് മൂന്നാമത്തെ സാധ്യത. മക്കളുടെ കാര്യത്തിൽ ഇത് 3ഉം സംഭവിച്ചില്ല. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത്. കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ മൊഴികൾ വിവേകിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് സൂചന നൽകുന്നതായിരുന്നു. ഇക്കാര്യം സ്വപ്നയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി യൂണിറ്റാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഈപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന് സമൻസ് നൽകിയതും തുടർന്ന് അറസ്റ്റ് ചെയ്തതും. ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി യൂണിറ്റാക്കിൽ നിന്നും 4.25 കോടി രൂപ കമ്മീഷൻ വാങ്ങിയത് ശിവശങ്കറിന് വേണ്ടിയാണെന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു. കള്ളപ്പണ നിരോധന നിയമപ്രകാരം പ്രതിയോ സാക്ഷിയോ ആകാൻ സാധ്യതയുള്ള വ്യക്തിക്ക് സ്വന്തം തീരുമാനപ്രകാരം സമൻസ് അയക്കാൻ ED അസിസ്റ്റന്റ് ഡയറക്ടർക്ക് അധികാരമില്ല. യൂണിറ്റിലെ ജോയിന്റ് ഡയറക്ടറുടെ അനുവാദം വാങ്ങിയാണ് സമൻസ് അയക്കുക. 2023 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ ജോയിന്റ് ഡയറക്ടർ ഇല്ലായിരുന്നു. അടുത്ത മേലുദ്യോഗസ്ഥനായിരുന്ന അഡീഷണൽ ഡയറക്ടർ ദിനേശ് കുമാർ പരച്ചൂരിക്കായിരുന്നു കേസിന്റെ ചുമതല. വിവേകിനും ശിവശങ്കറിനും സമൻസ് നൽകിയ വകുപ്പ് 50 പ്രകാരമാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള എല്ലാ കേസിലും ED സമൻസ് അയക്കുന്നത്.